ഇന്ന് നമുക്ക് കറിവേപ്പില ചട്നി ഉണ്ടാക്കാം. ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. കറിവേപ്പിലയൊക്കെ ഒരുപാടുള്ള വീടുകളിൽ നമ്മൾ ആ ഇല പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു തോർത്തിൽ തുടച്ചെടുക്കുകയോ ഡ്രൈ ചെയ്യാൻ വെക്കുകയോ ചെയ്യാം. എന്നിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, പിന്നെ ഒരു ഫിംഗർ വലുപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ നമുക്കതിനകത്ത് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഉഴുന്ന് ഒരു കപ്പ് പീനട്ട്, 1 കപ്പ് കടലപ്പരിപ്പ്. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒരു നുള്ള് എണ്ണ, അതായത് നമ്മുടെ സെസമി ഓയിൽ, നമ്മുടെ എള്ളെണ്ണ, അത് നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഒരു 3-4 ഉണക്കമുളകും എല്ലാം കൂടെ ചെറിയ തീയിലിട്ട് ചെറുതായിട്ട് നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കണം. ഏറ്റവും നന്നായിട്ട് അത് മൂത്ത് കഴിഞ്ഞ് വരുമ്പം നമ്മൾ അതിനകത്ത് 1 കപ്പ് ഉണങ്ങിയ തേങ്ങ, പച്ചത്തേങ്ങയുള്ള അവൈലബിളായിട്ടുള്ളവർക്ക് പച്ചത്തേങ്ങ ഇടാം. പക്ഷേ ഇതിനകത്ത് മോയ്സ്ചർ ഒട്ടും വരാൻ പാടില്ല, അതാണ് ഇതിൻ്റെ കീ. എന്നിട്ട് നമ്മളത് ഒരുപാട് കരിയാനും പാടില്ല. പക്ഷേ ഒരു റെഡിഷ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്തിട്ട് നമ്മളതിനെ ഈ ചെറിയ ചൂടുള്ള ആ ചട്ടിയിൽ തന്നെ നമുക്ക് ചെയ്യാം. പിന്നെ തമിഴ്നാട്, തെലുഗു ആ ഏരിയയിൽ ഉള്ള റെസിപ്പികൾ ഞാൻ വാച്ച് ചെയ്യുമ്പോൾ അവരതിനകത്ത് 1 നുള്ള് ഉലുവായും കൂടെ ചേർക്കും. ഇതിനകത്ത് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം എന്താണ്ട് അത് ഇങ്ങനെ വറുത്ത് വന്ന ആ ഒരു അധികം കരിഞ്ഞിട്ടുമില്ല, ഇലകൾ നന്നായിട്ട് മൂത്തു. അപ്പോൾ ഇതിന് കറിവേപ്പില ചട്നി എന്ന് ഞാനിട്ട പേരാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ദോശയുടെയും ചപ്പാത്തി, പൂരി അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എല്ലാ അവൈലബിൾ ഇൻഗ്രീഡിയൻസും വീട്ടിൽ എപ്പോഴും കാണുമല്ലോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്ന്, കപ്പലണ്ടി, ഇതെല്ലാം കൂടെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുക്കുക. ഒരുപാട് ലിക്വിഡി ആകരുത്, ഒരു തൊട്ടുകൂട്ടാൻ പരുവത്തിൽ നമ്മുടെ തീയലിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് എൻജോയ്, കമൻറ്റ് പറഞ്ഞാൽ മതി ഇഷ്ടപ്പെട്ടെങ്കിൽ. താങ്ക് യു, ബൈ.